എല്ലാ പ്രയാസത്തിലും ഒരു എളുപ്പമുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? പക്ഷെങ്കിൽ പ്രയാസം കുറച്ചധികം നീളുമ്പോൾ നമ്മൾ തന്നെ പറയാറില്ലേ, റബ്ബേ ഇതെന്തൊരു പരീക്ഷണമാണ്, ഇതുവരെ തീർന്നില്ലേ എന്ന്. പക്ഷേ സത്യം പറയട്ടെ, പടച്ച റബ്ബ് വെറുതെ പ്രയാസം തരുന്നവനാണോ, എന്നിട്ട് വെറുതെ എളുപ്പവും തരുന്നു എന്നാണോ? അങ്ങനെയല്ല, ഒരിക്കലുമല്ല. ഖുറാനിൽ റബ്ബ് തന്നെ പറയുന്നുണ്ട്, ഫൈന്ന മഅൽ ഉസ്രി യുസ്ര, നിസ്സംശയം പ്രയാസത്തോടൊപ്പം എളുപ്പവും ഉണ്ട് എന്ന്. ശേഷമല്ല, കൂടെ ഒപ്പം തന്നെയുണ്ട് എന്ന്. ഓരോ പ്രയാസത്തിലും ഒരു പാകപ്പെടുത്തലുണ്ട്. ഓരോ പരീക്ഷണത്തിലും നമ്മൾ തന്നെ മാറുകയാണ്. നമ്മളുടെ ഹൃദയം മൃദുവാകുന്നു, ഈമാന് ആഴമാകുന്നു, നമ്മുടെ ദുആ സത്യസന്ധമാകുന്നു. ആ ജയം റബ്ബ് നോക്കി നിന്ന് ചിരിക്കാനല്ല, ആ പാകതയ്ക്ക് ചേരുന്ന സമ്മാനം നൽകാനാണ്. പാകപ്പെടാതെ തന്നാൽ എന്താകും? അതിൻ്റെ യഥാർത്ഥ വില അറിയൂല, അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയൂല. ചിലപ്പോൾ അത് തന്നെ നമ്മളെ തകർക്കാം. ഉദാഹരണത്തിന്, 1-ാം ക്ലാസ്സിലെ കുട്ടിയെ കൊണ്ടുപോയിട്ട് നേരെ പോയിട്ട് MBBS ചേർക്കൂലല്ലോ. അതുപോലെ തന്നെയാണ് പടച്ചോന് നമ്മളെ ഓരോ ഘട്ടം ഘട്ടമായി ഉയർത്തുന്നത്. ഒരു ചെറിയൊരു ചെടിക്ക് വലിയൊരു മരത്തിൻ്റെ ഭാരം താങ്ങാൻ ഒരിക്കലും പറ്റൂലല്ലോ. അതുകൊണ്ടാണ് റബ്ബ് ആദ്യം നമ്മളെ ഒന്ന് ഉലയ്ക്കുന്നത്, എന്നിട്ട് പദം വരുത്തുന്നത്. നമ്മളൊരു വലിയ വീട് പണിയുമ്പോൾ ആദ്യം മണ്ണ് താഴ്ത്തി കുഴിക്കും. അപ്പോൾ പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നും, ഇതെന്താ ഇത്രയും കുഴിക്കുന്നത് എന്ന്. പക്ഷേ ഉയരത്തിലുള്ള ഒരു വീട് നിൽക്കണമെങ്കിൽ അത്രയും ആഴത്തിൽ മണ്ണ് കുഴിച്ചേ പറ്റൂ. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ റബ്ബ് നമ്മളെ ആഴത്തിൽ കുഴിക്കുന്നതാണ് നാളെ തരാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങളെ താങ്ങി നിർത്താൻ വേണ്ടിയുള്ള സ്ട്രോങ് ഫൗണ്ടേഷൻ. ചില സമയങ്ങളിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടും നമുക്ക് കിട്ടാത്തത് ശിക്ഷയല്ല, അത് തയ്യാറെടുപ്പാണ്. ചില വൈകിപ്പിക്കൽ നിരാകരണമല്ല, ദിശമാറ്റമാണ്. ചില നഷ്ടങ്ങൾ തോൽവിയല്ല, സംരക്ഷണമാണ്. അപ്പോൾ ഇനി പ്രയാസം വന്നാൽ ആദ്യം പറയൂ, റബ്ബേ എന്തിലേക്ക് പാകപ്പെടുത്താൻ വേണ്ടിയാണ് നീ എന്നെ ഒരുക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ നീ തന്നെയാണ് ഈ പരീക്ഷണം നൽകിയതെങ്കിൽ അതിനെ നേരിടാൻ എനിക്ക് കഴിവുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. ഞാൻ തയ്യാറാണ് റബ്ബേ, നീ കൂടെ ഉണ്ടായാൽ മതി. ആ തയ്യാറാണ് എന്ന മനസ്സാണ് വിശ്വാസം. ആ സമർപ്പണമാണ് തവക്കുൽ. അതുതന്നെയാണ് ഒരു വിശ്വാസിയുടെ ശക്തി. ഇനിയൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ പ്രയാസങ്ങൾ മാറാത്തത് എന്തുകൊണ്ട്? നമ്മൾ പ്രയാസം മാത്രം നോക്കിക്കരയുന്നത് കൊണ്ടല്ലേ? അതിലെ പാഠം കാണാൻ ശ്രമിക്കാത്തത് കൊണ്ടല്ലേ? റബ്ബിൻ്റെ മറഞ്ഞ കരുണ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ? ഓരോ ദുആയും അവൻ കേൾക്കുന്നു, ഓരോ കണ്ണീരും അവൻ എണ്ണുന്നുണ്ട്, ഓരോ സഹനവും അവൻ്റെ അടുത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ദുനിയാവ് താൽക്കാലികമാണ്. പക്ഷേ സഹനത്തോടും തവക്കുലോടും ജീവിച്ചാൽ ആഖിറത്തിൽ നാം പറയും, ഈ പ്രയാസങ്ങളെല്ലാം വിലപ്പെട്ടതായിരുന്നു എന്ന്. അതുകൊണ്ട് ഇനി പ്രയാസം വന്നാൽ കരയാം, പക്ഷേ പരാതിപ്പെടരുത്. ദുആ ചെയ്യാം, പക്ഷേ സംശയിക്കരുത്. കാത്തിരിക്കാം, പക്ഷേ നിരാശരാകരുത്. റബ്ബ് നമ്മളെ തകർക്കാനല്ല പരീക്ഷിക്കുന്നത്, നമ്മളെ നല്ലതിലേക്ക് നിർമ്മിക്കാനാണ്. എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അടുത്തൊരു റമദാൻ സീരീസുമായി അടുത്ത ദിവസം വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.